ട്രേഡിംഗ് മീഡിയയുടെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏകദേശം ഒരു മാസത്തോളമാകുന്നു പ്രീ മാർക്കറ്റ് ചെയ്യാണ്ട്. ഞാൻ നാട്ടിലോട്ട് വരുന്നതിൻ്റെ തിരക്കിലും മറ്റും ആയതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത്. ഞാനിപ്പോൾ നാട്ടിലെത്തിയിട്ട് ചെയ്യുന്ന ആദ്യത്തെ പ്രീ മാർക്കറ്റാണ്. ഇനി എല്ലാ ദിവസവും വൈകിട്ട് നാട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പം എല്ലാ ദിവസവും വൈകിട്ട് നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോ ചാനലുണ്ടാവും. പോസ്റ്റ് മാർക്കറ്റും പ്രീ മാർക്കറ്റും. പിന്നെ നമ്മുടെ ട്രേഡിംഗ് മീഡിയയുടെ ആദ്യത്തെ ഈവൻറ്റ് ഒരു മീറ്റപ്പ് ഏപ്രിൽ 11 എറണാകുളത്ത് ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ച് 3 സെഷനായിട്ട് നടത്തുകയാണ്. താല്പര്യമുള്ളവർ താഴെ കൊടുക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സീറ്റ് ലിമിറ്റഡ് സീറ്റാണ്. അപ്പം താല്പര്യമുള്ളവർ നേരത്തെ വിളിച്ച് സീറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ രണ്ടാമത്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കുറേ കാലമായിട്ട് പറയുന്ന എൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മുടെ ഒരു ട്രേഡിംഗ് കഫേ. അതും ഉടനെ തന്നെ തിരുവനന്തപുരത്ത് നേമത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഉടനെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അറിയിക്കുന്നതായിരിക്കും. ഒരുമിച്ചിരുന്ന് എൻ്റെ മെൻറ്റർഷിപ്പോടുകൂടി ഞാൻ ഫുൾ ടൈം അവിടെ തന്നെ കാണും. എൻ്റെ മെൻറ്റർഷിപ്പോടുകൂടി താല്പര്യമുള്ളവർക്ക് അവിടെ വന്നിരുന്ന് ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം. ഒരിക്കലും അവിടെ കോളുകളൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇൻഡെക്സിൻ്റെയും സ്റ്റോക്കുകളുടെയും ചാർട്ടിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ലൈവായിട്ട് തന്നെ അവിടെ ഇരുന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസൊക്കെ വരും ദിവസങ്ങളിൽ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് പ്രീ മാർക്കറ്റിലോട്ട് കിടക്കാം. US മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച വലിയ ഒരു നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡൗ ജോൺസ് 452 പോയിന്റും S&P 90 പോയിന്റും നസ്ഡാക്ക് 348 പോയിന്റും നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 274 പോയിന്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വ്യാഴാഴ്ച രാത്രി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 200 പോയിന്റ് അടുപ്പിച്ച് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്തിട്ടാണ് വെള്ളിയാഴ്ച ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടിയത്. ഇനിയിപ്പം ഓക്കെ, നെറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ പ്രീ മാർക്കറ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഈ ഒരു ലെവലിലൊക്കെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. സപ്പോർട്ടുകളെല്ലാം ഈ ഒരു യുദ്ധത്തിൻ്റെ ഭീതി കാരണം തന്നെ ഏകദേശം സപ്പോർട്ടുകളെല്ലാം ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ലെവലെന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് ഇപ്പം നമുക്ക് ക്ലോസിങ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞ ബുധനാഴ്ച സപ്പോർട്ട് എടുത്ത് കയറിയതും ഈ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ്. ഇതെല്ലാം നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് മാർക്കറ്റിന് കിട്ടുന്ന ഒരു ഏരിയ ആണ്. സപ്പോസ് ഈ ഒരു സപ്പോർട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഈ ഒരു ഏരിയ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ വീണ്ടും വലിയൊരു ഫോളിലോട്ട് പോകാൻ സാധ്യതയുണ്ടായിരുന്നു. ഏകദേശം ഒരു വർഷത്തിന് മുന്നേ നമ്മൾ മാർക്കറ്റിൻ്റെ ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് ഏകദേശം ഒരു വർഷത്തിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു സ്ട്രക്ചർ, മാർക്കറ്റിൻ്റെ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു സ്ട്രക്ചറാണ്. മാർക്കറ്റ് എപ്പോഴെങ്കിലും ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഗ്യാപ്പ് ഇത്രയും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഇതെന്ന് പറയുന്നത് നമുക്കന്ന് താരിഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഗ്യാപ്പ് ഡൗണിന് ശേഷം പിന്നെ അവിടെ നിന്ന് വലിയൊരു കയറ്റം കയറി അങ്ങോട്ട് പോയൊരു ഏരിയ ആണ്. ഇവിടെ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 1000 പോയിൻ്റാണ് ഒറ്റ ദിവസം 2 ദിവസം കൊണ്ടൊക്കെ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുള്ളത്. പക്ഷേ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുത്തനെ കയറിപ്പോയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അന്നേ പറഞ്ഞതാണ് ഇതൊരു സ്ട്രെങ്തി മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അല്ല ഇത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എപ്പോഴെങ്കിലും ബ്രേക്കൗട്ട് താഴോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരു സ്ട്രക്ചറിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏകദേശം വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയ നോക്കുക, 23,825 നേരത്തെ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. പ്രീവിയസ് ഇവിടെയൊക്കെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നതാണ്. അപ്പോൾ ഇനി ഇത് തിരിച്ച് താഴോട്ട് വരുന്ന സമയത്ത് ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. 25,825 സ്ട്രോങ് സപ്പോർട്ട് മാർക്കറ്റിൽ കിട്ടും താഴോട്ട് ഇത് ബ്രേക്കൗട്ട് ചെയ്ത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇപ്പോഴത്തെ വാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ
അത് ചിലപ്പം കനത്ത് ഒരു സ്ട്രോങ് വാറിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്ത് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രെങ്ത് അല്ലാത്ത ഈ ഒരു സ്ട്രെങ്ത് കൊടുത്തിട്ട് മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ചിലപ്പം ഒരു ക്രാഷ് എന്ന് തന്നെ പറയാം. ഒരു 2000 പോയിൻ്റൊക്കെ ചിലപ്പം താഴോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഏകദേശം 22,000 ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു 22,245 ചിലപ്പം ഈ ഒരു യുദ്ധം നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഇൻട്രാഡേ ലെവൽസൊക്കെ എന്ന് പറയുന്നത്, നമുക്കിപ്പം ഇൻട്രാഡേ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം സ്റ്റോക്കുകൾ ഇപ്പം ഹോൾഡ് ചെയ്യുന്ന ഒരു പൊസിഷനൊക്കെ ലോങ് ടൈമിനൊക്കെ ഹോൾഡ് ചെയ്യുന്നവർക്കൊക്കെ വലിയ നഷ്ടം വരും. പക്ഷേ ഇൻഡെക്സിൽ ഇൻട്രാഡേ ചെയ്യുന്നവരൊക്കെ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓവർനൈറ്റ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു രാത്രി പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഈ ഇടിഞ്ഞതിൻ്റെയൊക്കെ ഇരട്ടിയായിട്ട് മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് അപ്പിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇൻട്രാഡേയിൽ നമുക്ക് കൃത്യമായിട്ട് ലെവൽസ് നോക്കിയിട്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കിയിട്ട് നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് തന്നെയാണ്. മാർക്കറ്റ് എങ്ങോട്ട് പോയാലും, താഴോട്ട് പോയാലും ശരി, മുകളിലോട്ട് പോയാലും ശരി. അപ്പം കഴിയുന്നതും ഓവർനൈറ്റ് പൊസിഷൻസൊക്കെ ഹോൾഡ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. മാർക്കറ്റ് ഇതിൻ്റെ താഴോട്ടൊക്കെ 23,825 ഒരു ബ്രേക്കൗട്ട് താഴോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാഡേയിലൊക്കെ സുഖമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് തന്നെയാണ്. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് FIS ഏകദേശം 6,030 കോടിക്ക് സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച. DIS സെയിം ക്വാണ്ടിറ്റി 6,900 ക്വാണ്ടിറ്റി സ്റ്റോക്ക് ബൈ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഏകദേശം 1.47 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ 4.53 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ് FIS ചെയ്തിരിക്കുന്നത്. സ്ട്രോങ് ബൈയിങ് ആണ് പുട്ട് ഓപ്ഷനൊക്കെ വെള്ളിയാഴ്ച ബൈ ചെയ്തിരിക്കുന്നത്. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. 73,000 പോയിന്റ് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. 1.5 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. FISും പ്രോയും പുട്ട് ഓപ്ഷൻ സ്ട്രോങ് സെല്ല് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച്. നേരെ മറിച്ച് ക്ലയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡബിൾ ക്വാണ്ടിറ്റി ഏകദേശം 6.5 ലക്ഷം ക്വാണ്ടിറ്റി അടുപ്പിച്ച് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ഗ്യാപ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ അനുസരിച്ചൊരു 200 പോയിൻ്റൊക്കെ ഒരു ഗ്യാപ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ വെച്ചിട്ട് മാർക്കറ്റ് അവിടെ നിന്നൊരു റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആദ്യത്തെ ഒരു 15 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യുക. സ്ട്രോങ് സപ്പോർട്ട് ലെവലിലൊക്കെയാണ് മാർക്കറ്റ് ഒരു 15 മിനിറ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് മിക്കവാറും മാർക്കറ്റ് ഒരു റിക്കവറിക്ക് സാധ്യതയുണ്ട്. ഡേറ്റ അനുസരിച്ചാണ് പറയുന്നത്. എങ്കിലും ലൈവ് മാർക്കറ്റിൽ ബാക്കിയുള്ള അപ്ഡേഷൻസ് വാട്സപ്പ് ഗ്രൂപ്പിൽ തരാം. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടെ നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,000 ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിംഗ് നടന്നിരിക്കുന്നത് 24,000 അവിടുത്തെ നെറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്. നെറ്റ് പോയിരിക്കുകയാണ്. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നെറ്റ് പോയതാണ്, ഇതുവരെയും വന്നിട്ടില്ല. അത് വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പോകുന്നത്. 24,000 ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിംഗ് നടന്നിരിക്കുന്നത്. മാർക്കറ്റിനെ ചിലപ്പോൾ അങ്ങോട്ട് ഈ ആഴ്ചയിലൊന്ന് വലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 24,000 വരെ പോയില്ല എങ്കിലും 24,000 തൊട്ട് മുകളിൽ വരയ്ക്കും 24,050 100 ലെവലിലോട്ടൊക്കെ ഈ ആഴ്ച മാർക്കറ്റ് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. 24,000 തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ആഴ്ചയിൽ. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPR വരുന്നത് വൈഡ് CPR ആണ്. 24,469
486 തൊട്ട് 24,558 വരെയൊക്കെയാണ് CPR വരുന്നത്. മാർക്കറ്റ് ഒരു 200 പോയിൻ്റൊക്കെ ഒരു ഗ്യാപ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ലെവലിലൊക്കെ ഒരു ഗ്യാപ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 15 മിനിറ്റ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. മാർക്കറ്റ് ചിലപ്പോൾ 24,234, 24,253 സ്ട്രോങ് സപ്പോർട്ട് നിഫ്റ്റിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം, ഈ ഒരു ഏരിയയിലേക്കാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ താഴോട്ട് ബ്രേക്കൗട്ട് നോക്കിയിട്ട് മാത്രമേ താഴോട്ട് എൻട്രി എടുക്കാവൂ. അല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു റിക്കവറി മോഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. 24,336, 24,352 ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. ബ്രേക്ക് ആയാൽ മാർക്കറ്റ് ചിലപ്പം CPR വരയ്ക്കും തിരിച്ച് കയറി പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു വ്യൂ അനുസരിച്ച്, ഇൻട്രാഡേ വ്യൂ അനുസരിച്ച് മാർക്കറ്റ് ഇവിടെ നിന്നൊരു പുൾ ബാക്കിനുള്ള സാധ്യത തിങ്കളാഴ്ച മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ന്യൂസ് ബേസ്ഡ് മാർക്കറ്റാണ് ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടക്കുന്നതും ഇനി വരുന്ന ദിവസങ്ങളിലും ന്യൂസ് ബേസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും, ഓരോ ന്യൂസിനനുസരിച്ച് തന്നെയായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പം കൃത്യമായിട്ട് ലെവൽസും ന്യൂസും ഡേറ്റാസും ഒക്കെ നോക്കിയിട്ട് വേണം ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാകും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.